ബിഗ് ബോസിലെ ലക്ഷ്മി എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനെ കുറിച്ച് ഒരുപാട് പേര് ഇപ്പം മോശം പറയുന്നുണ്ട്. ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. പിന്നീട് ഞാനിരുന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, അവരവരുടെ ചൈൽഡ്ഹുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് വന്നായിട്ടാണ് അവർ പറയുന്നത്. അവരുടെ അച്ഛന് ഷിറ്റ്സോഫ്രീനിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അച്ഛനും അമ്മയും വേർപിരിഞ്ഞായിരുന്നു. അങ്ങനത്തെ പല ഇഷ്യൂസിലും കൂടെ കടന്നുപോയൊരു സ്ത്രീയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ ടോക്സിക് പേരൻറ്റിംഗ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡിൽ മാത്രമല്ല ഒരാളെ അഫക്റ്റ് ചെയ്യുന്നത്. അവർ മുന്നോട്ട് പോകുന്ന ലൈഫിൽ അവർ എടുക്കുന്ന ഡിസിഷൻസ് എടുക്കാൻ, അതായത് അവർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന ഡിസിഷൻ എടുക്കാതിരിക്കാനും, പിന്നെ കറക്റ്റായിട്ടുള്ളൊരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കാതെയും, അവരുടെ അഡൾട്ട് റിലേഷൻഷിപ്സിലും, ഈവൻ ഈ അഡൾട്ട്സ് ആയിട്ടുള്ള മക്കളുടെ പേരൻറ്റിങ്ങിൽ കൂടെ, അതായത് അവർ പേരൻറ്റിങ് ചെയ്യുന്ന കുട്ടികളിൽ കൂടെ ഇങ്ങനെ തലമുറകളായിട്ട് പടർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട് ഈ ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഞാനൊരു സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ട്രോമ ഉള്ള ആളാണെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ കൗൺസിലിങ്ങോ ഒക്കെ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ ഈ ലക്ഷ്മിയുടെ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്, അവരുടെ ഈ പെരുമാറ്റത്തിന് കാരണം ചിലപ്പം ഇങ്ങനെയുള്ളൊരു ട്രോമ ആയിരിക്കാം, ചൈൽഡ്ഹുഡ് ട്രോമ ആയിരിക്കാം. അത് അവരുടെ അഡൾട്ട് ലൈഫിനെയും ബാധിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവരെയും ഒരു സംശയം, പാരനോയ്യ, അതേപോലെ ആരെയും വിശ്വാസമില്ലാതിരിക്കുന്നത്, അതൊക്കെ ചിലപ്പം ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം പറയുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും കൂടെ പറയുന്നതാണ്. അപ്പോൾ ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ല. അവരുടെ ഡിസിഷനിൽ അവർക്ക് വേണ്ട എന്താണെന്ന് ഡിസൈഡ് ചെയ്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനും ഇങ്ങനെയുള്ളവർക്ക് കുറവായിരിക്കും.